സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലെങ്കിൽ സിസോ ഷിഫ്റ്റ് രജിസ്റ്ററിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിസോ ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു സീരിയൽ ഇൻപുട്ട് കാണും, അതേപോലെ തന്നെ ഒരു സീരിയൽ ഔട്ട്പുട്ട് കാണും. പിന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന എല്ലാ സർക്യൂട്ടിലും സീക്വൻഷ്യൽ സർക്യൂട്ടിലും ഉള്ളതുപോലെ ഒരു ക്ലോക്ക് ഇൻപുട്ടും കാണും. ഇതാണ് ഒരു സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ജനറൽ ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏത് ക്ലോക്ക് ഇൻപുട്ട് വേണമെങ്കിലും ക്ലോക്ക് ഇൻപുട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിവൈസിനെ ട്രിഗർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏത് ട്രിഗറിങ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ട്രിഗറിങ് ഓൾറെഡി പഠിച്ചാണ്. പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ട്രിഗറിങ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ ഒരു സർക്യൂട്ടിൽ ഞാൻ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് ഇൻപുട്ടിന്റെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനിലായിരിക്കും ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്നത്. അപ്പൊ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു രജിസ്റ്റർ ഡിസൈൻ ചെയ്യാം. ഇവിടുത്തെ കേസിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്റർ എത്ര ബിറ്റ് ഓഫ് ഇൻഫർമേഷന് വേണമെങ്കിലും നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മളൊരു 4 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ 4 ബിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലോക്ക് ഇൻപുട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സിങ്ക്രണസ് ആയിട്ടുള്ളൊരു ക്ലോക്ക് ഇൻപുട്ട് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം ക്ലോക്ക് ഇൻപുട്ട് നമുക്ക് സിങ്ക്രണസ് ആയിട്ടും അതേപോലെ തന്നെ അസിങ്ക്രണസ് ആയിട്ടും കൊടുക്കാൻ പറ്റും. സിങ്ക്രണസ് ക്ലോക്ക് ഇൻപുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രജിസ്റ്ററിലുള്ള എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും നമ്മൾ സെയിം ടൈമിൽ ഒരു ക്ലോക്ക് ഇൻപുട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അസിങ്ക്രണസ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്ലോക്ക് ഇൻപുട്ട് ആദ്യം ഇരിക്കുന്ന ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് കൊടുക്കും. ദെൻ ആ ഷിഫ്റ്റ് രജിസ്റ്ററിൽ നിന്നും ആയിരിക്കും രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് ഇൻപുട്ട് പോകുന്നത്. ദെൻ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നായിരിക്കും മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് പോകുന്നത്. ആ ഒരു രീതിയിൽ കൊടുക്കുന്നതാണ് അസിങ്ക്രണസ് ക്ലോക്ക് ഇൻപുട്ട്. ഇവിടുത്തെ കേസിൽ നമ്മൾ സിങ്ക്രണസ് ആയിട്ടാണ് ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഡേറ്റയെ ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഡേറ്റയെ നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കോ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കി നമ്മൾ ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഇൻപുട്ട് കൊടുക്കുന്നത്. റൈറ്റ് എൻഡിൽ ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നാണ് ഡേറ്റ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ഡേറ്റയെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഡേറ്റ ഇൻപുട്ട് കൊടുക്കുക, ദെൻ ഈ സൈഡിൽ നിന്ന് ഡേറ്റ ഔട്ട്പുട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ കേസിൽ റൈറ്റ് ഷിഫ്റ്റ് വരുന്ന ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ ഡേറ്റ ഇൻപുട്ട് കൊടുത്തു. ദെൻ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ 1 0 1 1 ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഇൻപുട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 1 0 1 1 1 എന്ന് പറയുന്ന LSB ആദ്യം ഈ D3യിലേക്ക് ചെല്ലും. അപ്പോൾ D3യിലേക്ക് ആ 1 എന്ന് പറയുന്ന ഒരു വാല്യൂ എൻറ്റർ ചെയ്തു. അപ്പോൾ ഇതൊരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ ഇൻപുട്ട് എന്ത് തന്നെ കൊടുക്കുന്നു അത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. സോ D3 നമ്മൾ 1 കൊടുത്തു, അപ്പൊ നമുക്ക് Q3 എന്ന് പറയുന്നത് 1 കിട്ടി. ആ Q3 എന്ന് പറയുന്നത് D2യിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ D2 എന്ന് പറയുന്നത് 1 വരും. D2 എന്ന് പറയുന്നത് 1 വരും. അപ്പൊ D2 എന്ന് പറയുന്ന ആ ഇൻപുട്ട് 1 വരുന്നു. സോ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് Q2 എന്ന് പറയുന്നത് ഇൻപുട്ട് തന്നെ വരും. സോ നമുക്ക് Q2ന്റെ വാല്യൂ 1 കിട്ടും. ആ Q2 ഈ D1ലേക്ക് കണക്റ്റഡ് ആണ്. സോ D1 1 വരും. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ ഔട്ട്പുട്ട് എന്താ പറയുന്നത് ഇൻപുട്ട് തന്നെ വരും. D1 1 ആയതുകൊണ്ട് Q1 1 വരും. ആ 1 എന്ന് പറയുന്നത് D0യിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ D0 1 ആയതുകൊണ്ട് Q0യും 1 വരും. അപ്പൊ നമുക്ക് ആദ്യം LSB കിട്ടും. ദെൻ നമ്മൾ തൊട്ടടുത്ത നമ്പറായ
തൊട്ടടുത്ത ബിറ്റായ 1 ഇൻപുട്ട് കൊടുക്കും. ആ 1ഉം ഇതേപോലെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ദെൻ 0 കൊടുക്കും. 0 ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. ദെൻ ഈ MSB ആയിട്ടുള്ള 1 കൊടുക്കും. അതും ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് കൊടുക്കും. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇനിഷ്യലി നമ്മുടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ എല്ലാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Q3ഉം Q2ഉം Q1ഉം Q0ഉം എല്ലാം 0 ആയിരിക്കും. നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡേറ്റ ഇൻപുട്ടിലെ LSB ഈ D3യിലേക്ക് എൻട്രി ചെയ്യുന്നതും നമുക്ക് Q3 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതും. ദെൻ Q3 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും കിട്ടും. ആ ടൈമിലും Q2ഉം Q1ഉം Q0 ഒക്കെ 0 ആയിരിക്കും. ദെൻ നമ്മൾ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത നമ്പർ ഈ ഒരു ഡേറ്റ ഇൻപുട്ടിലെ അടുത്ത ബിറ്റായ 1 ഇവിടേക്ക് എൻട്രി ചെയ്യും. 1 ഇവിടേക്ക് എൻട്രി ചെയ്യുമ്പോൾ അത് D3യിലേക്ക് എൻട്രി ചെയ്യും. അത് അവിടെ Q3യിലേക്കും കിട്ടും. ആ ഒരു ടൈമിൽ നമുക്കറിയാം ഇതെല്ലാം ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് അറ്റ് എ ടൈം ഒരു ബിറ്റിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. സോ Q3യിലേക്ക് പുതിയ 1 കയറി വരുമ്പോൾ Q3 ആ ഒരു പുതിയ 1നെ സ്റ്റോർ ചെയ്യും. പുതിയ 1നെ സ്റ്റോർ ചെയ്യുമ്പോൾ Q3യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു 1 എന്ന് പറയുന്ന വാല്യൂ Q2യിലേക്ക് ഷിഫ്റ്റ് ആവും. Q2യിലുള്ള വാല്യൂ Q1ലേക്ക് ഷിഫ്റ്റ് ആവും. Q1ലുള്ള വാല്യൂ Q0യിലേക്ക് ഷിഫ്റ്റ് ആവും. Q0യിൽ ഉണ്ടായിരുന്ന വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടും കിട്ടും. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു വർക്കിംഗ് നടക്കുന്നത്. അപ്പൊ ഈ ക്ലോക്ക് ഇൻപുട്ടും Q3, Q2, Q1, Q0യുടെ വാല്യൂ വെച്ചിട്ട് അത് എങ്ങനെയാ വരുന്നതെന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ ക്ലോക്ക് ഇൻപുട്ടും Q3, Q2, Q1, Q0 എന്ന് പറയുന്ന ഔട്ട്പുട്ടും വെച്ചിട്ടാണ് ഇപ്പൊ ഇത് പറയുന്നത്. ശരിക്കും നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, അപ്പോൾ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഇൻപുട്ട് വരുന്നു, ദെൻ ഔട്ട്പുട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറിയാം ഇൻപുട്ട് എന്ത് കൊടുക്കുന്നു അത് തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നു. സോ നമ്മളിവിടെ ക്ലോക്കിന്റെയും അതുപോലെ ഔട്ട്പുട്ടിന്റെയും ടേംസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇത് പറയുന്നത്, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്. അപ്പം ഇനിഷ്യലി Q3, Q2, Q1, Q0 എന്ന് പറയുന്ന 4 ഔട്ട്പുട്ടുകളും 0 എന്ന് പറയുന്നൊരു സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ദെൻ നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇവിടെ ഈ ക്ലോക്ക് ഇൻപുട്ട് ഇങ്ങനെ ഒരു ആരോ വരച്ച് റെപ്രസെന്റ് ചെയ്യാൻ കാരണം നമ്മൾ പറഞ്ഞു നമ്മളിവിടെ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ 1 എന്ന് കൊടുത്താൽ ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഇത് നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്യാണ് നമ്മൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ഉള്ളൊരു ക്ലോക്ക് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ ഡേറ്റ ഇൻപുട്ട് എന്ന് പറയുന്നത് 1011 ആണ്. ഇത് അതിന്റെ LSBയും ഇത് അതിന്റെ MSBയും ആണ്. അപ്പൊ നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ LSB കിട്ടും. അതെങ്ങനെ ശരിക്കും കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഇൻപുട്ട് ആയിട്ട് ആ LSB കയറി ചെല്ലും. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് തന്നെ കിട്ടും. നമ്മളിപ്പോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറയാം, ഔട്ട്പുട്ട് മാത്രം വെച്ച് പറയാം. അപ്പൊ ക്ലോക്ക് ഇൻപുട്ട് നമ്മൾ ആദ്യം ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്തു. അപ്പൊ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 കിട്ടും. ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ എല്ലാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ് നമുക്ക് Q3 കിട്ടുന്നത്. ഇത് Q2, ഇത് Q1, ഇത് Q0. ഈ Q0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്, സീരിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തപ്പോൾ ഫസ്റ്റ് Q3 എന്ന് പറയുന്നത് 1 കിട്ടും. ബാക്കിയെല്ലാം Q3 എന്ന് 1 എന്ന് വെച്ചാൽ ഈ ഡേറ്റ ഇൻപുട്ടിലെ 1 എന്ന് പറയുന്ന വാല്യൂ വരും. ബാക്കിയെല്ലാം 0 ആണ്. ദെൻ നമ്മൾ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഡേറ്റ ഇൻപുട്ടിലെ LSBക്ക് തൊട്ടിപ്പുറത്തെ നമ്പർ Q3യിലേക്ക് വരും. സോ Q3യിൽ ഇരുന്ന വാല്യൂ Q2യിലേക്ക് ഷിഫ്റ്റ് ആവും. Q2യിലെ വാല്യൂ Q1ലേക്ക് ഷിഫ്റ്റ് ആവും. Q1ലെ വാല്യൂ Q0യിലേക്കും ഷിഫ്റ്റ് ആവും. ദെൻ നമ്മൾ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്തു. അടുത്ത ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ഡേറ്റ ഇൻപുട്ടിലെ അടുത്ത ബിറ്റ് Q0യിലേക്ക് വരും. Q3യിലേക്ക് വരും. അപ്പൊ Q3യിൽ ഇരുന്ന വാല്യൂ Q2യിലേക്ക് ഷിഫ്റ്റ് ആവും. Q2യിൽ ഇരുന്ന വാല്യൂ Q1ലേക്ക് ഷിഫ്റ്റ് ആവും. Q1ൽ ഇരുന്ന വാല്യൂ Q0യിലേക്കും ഷിഫ്റ്റ് ആവും. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡേറ്റ ഇൻപുട്ടിലെ MSB Q3യിലേക്ക് വന്നു. ദെൻ Q3യിൽ ഉണ്ടായിരുന്ന വാല്യൂ Q2യിലേക്ക് ഷിഫ്റ്റ് ആയി. Q2യിൽ ഉണ്ടായിരുന്ന വാല്യൂ Q1ലേക്ക് ഷിഫ്റ്റ് ആയി. Q1ൽ ഉണ്ടായിരുന്ന വാല്യൂ എന്ന് പറയുന്നത്
Q0യിലേക്കും ഷിഫ്റ്റ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി ഇവിടെ നമ്മൾ 4 ബിറ്റ് ഉള്ള ഒരു രജിസ്റ്റർ ആണ് യൂസ് ചെയ്തത്. നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് അതില്. അപ്പൊ നമ്മൾ 4 ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡേറ്റ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ലോഡ് ആയി കഴിഞ്ഞു. ഇപ്പൊ നോക്കി Q3യുടെ വാല്യൂ 1 ആണ്, Q2 0 ആണ്, Q1 1 ആണ്, Q0യും 1 ആണ്. അതായത് നമ്മുടെ ഡേറ്റ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ലോഡ് ആയി കഴിഞ്ഞു. അപ്പൊ ഇത് സ്റ്റോർ ചെയ്തു. പക്ഷെ നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് അത്. അപ്പൊ നമുക്ക് സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ലോഡ് ആയാൽ മാത്രം പോരാ, ഈ വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടണം. അപ്പൊ Q0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് Q0യിൽ LSB കിട്ടി. ഇനി നമുക്ക് Q1ഉം Q2ഉം Q3യിലും ഇരിക്കുന്ന വാല്യൂസും കൂടി ഇവിടെ ഫൈനൽ ഔട്ട്പുട്ടിൽ കിട്ടണം. അപ്പൊ നമ്മൾ ഇവിടെ വീണ്ടും ക്ലോക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലേ പറ്റൂ. അപ്പൊ നമ്മൾ വീണ്ടും ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇനി Q3യിലേക്ക് പുതിയ വാല്യൂ ഒന്നും എൻട്രി ചെയ്യാനില്ല, കാരണം ഡേറ്റ ഇൻപുട്ടിൽ എല്ലാ വാല്യൂസും എൻട്രി ചെയ്ത് കഴിഞ്ഞു. സോ Q3യുടെ വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും ഇനിഷ്യലി 0 ആയിരുന്നില്ലേ, വീണ്ടും അത് 0 ആയിട്ട് മാറും. Q3യിലെ വാല്യൂ Q2യിലേക്ക് ഷിഫ്റ്റ് ആവും, Q2യിലെ വാല്യൂ Q1ലേക്ക് ഷിഫ്റ്റ് ആവും, Q1ലെ വാല്യൂ Q0യിലേക്കും ഷിഫ്റ്റ് ആവും. ദെൻ നമ്മൾ വീണ്ടും ഒരു ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പോഴും Q3യിലേക്ക് എൻ്റർ ചെയ്യാൻ പുതിയ ആൾക്കാരൊന്നുമില്ല. സോ Q3 0 ആയിട്ട് തന്നെ നിൽക്കും. Q3യിലെ വാല്യൂ Q2യിലേക്ക് ഷിഫ്റ്റ് ആവും, Q2യിലെ വാല്യൂ Q1ലേക്ക് ഷിഫ്റ്റ് ആവും, Q1ലെ വാല്യൂ Q0യിലേക്കും ഷിഫ്റ്റ് ആവും. ദെൻ നമ്മൾ വീണ്ടും ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ആണ്. വീണ്ടും ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇപ്പോഴും Q3യിലേക്ക് എൻ്റർ ചെയ്യാൻ പുതിയ വാല്യൂ ഒന്നും ഇല്ല. സോ Q3 0 ആയിട്ട് മാറും. Q3യുടെ വാല്യൂ എന്ന് പറയുന്നത് Q2യിലേക്ക് ഷിഫ്റ്റ് ആവും, Q2ന്റെ വാല്യൂ എന്ന് പറയുന്നത് Q1ലേക്ക് ഷിഫ്റ്റ് ആവും, Q1ലെ വാല്യൂ Q0യിലേക്കും ഷിഫ്റ്റ് ആവും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതേ നോക്കിയേ, നമുക്ക് Q1ൽ ആദ്യം LSB കിട്ടി 1, ദെൻ അതിന്റെ തൊട്ടിപ്പുറത്തുള്ള വാല്യൂ ആയ 1 കിട്ടി, ദെൻ അതിന് തൊട്ടിപ്പുറത്തുള്ള വാല്യൂ 0 കിട്ടി, ദെൻ അതിന് തൊട്ടിപ്പുറത്തുള്ള 1, അതായത് MSBയും കിട്ടി. അപ്പോൾ 1 1 0 1 എന്ന് പറയുന്ന ഡേറ്റ ഔട്ട്പുട്ടും നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിലാണ് സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോ ഈ ഒരു വർക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളിപ്പോ ഒരു 4 ബിറ്റ് ഉള്ള ഒരു രജിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ 4 ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡേറ്റ ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ലോഡ് ആവും. ദെൻ 3 ക്ലോക്കും കൂടി അപ്ലൈ ചെയ്താൽ മാത്രമേ ഡേറ്റ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് സീരിയൽ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അതായത് നമുക്കിവിടെ ടോട്ടൽ 4 + 3 7 ക്ലോക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പൊ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് n ബിറ്റ് ഉള്ളൊരു രജിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് n ക്ലോക്ക് വേണം ഡേറ്റയെ ആ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാൻ. n-1 ക്ലോക്ക് വേണം ഡേറ്റ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് സീരിയൽ ഔട്ട്പുട്ട് കിട്ടാൻ. വിച്ച് മീൻസ് ടോട്ടൽ നമുക്ക് 2n-1 അത്രയും ക്ലോക്ക് ഉണ്ടെങ്കിൽ ഇതിന്റെ വർക്കിംഗ് നടക്കും. അപ്പൊ ഈ സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് n ബിറ്റ് ഉള്ളൊരു രജിസ്റ്റർ ആണെങ്കിൽ ഇതിൽ n ക്ലോക്ക് കൂടാണ്ട് നമുക്കൊരു n-1 അഡീഷണൽ ക്ലോക്കും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റയെ ഷിഫ്റ്റ് ചെയ്ത് സീരിയൽ ഔട്ട്പുട്ട് കിട്ടൂ. ഇതാണ് സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഇതിന്റെ ടൈമിംഗ് ഡയഗ്രാം കൂടി നോക്കാം. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ക്ലോക്കും Q3 Q2 Q1 Q0യുടെ വാല്യൂ വെച്ചിട്ട് എഴുതിയ ടൈമിൽ നമ്മുടെ ആദ്യത്തെ 4 ക്ലോക്ക് മാത്രമല്ല, ദെൻ അഡീഷണലി കൊടുക്കുന്ന ഈ 3 ക്ലോക്കിന്റെയും കൂടെ കേസും കൂടി പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ ടൈമിംഗ് ഡയഗ്രം ഒക്കെ വരയ്ക്കുന്ന ടൈമിൽ ഈ ആദ്യത്തെ 4 ക്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈമിംഗ് ഡയഗ്രം വരയ്ക്കുന്നുള്ളൂ. കാരണം നമ്മളിപ്പോൾ ക്ലോക്കും Q3 Q2 Q1 Q0യുടെ വാല്യൂ എഴുതുന്ന ടൈമിൽ നോർമലി ഈ 4 ക്ലോക്ക് ആദ്യത്തെ 4 ക്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതാറുള്ളൂ. ഈ ലാസ്റ്റത്തെ 3 ക്ലോക്കിന്റെ കേസ് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ് ഈ ആദ്യത്തെ 4 ക്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ട്.
Q3യുടെയും Q2യുടെയും Q1യുടെയും Q0യുടെയും ടൈമിംഗ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾ സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്, ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ക്ലോക്ക് ഇൻപുട്ട് ഉണ്ട്, Q3, Q2, Q1, Q0 എന്ന് പറയുന്ന ഔട്ട്പുട്ടുകളും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോ ക്ലോക്ക് ഇൻപുട്ടിന്റെ ഇവിടെ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്ലോക്ക് ഇൻപുട്ടിന്റെ ഈ പോസിറ്റീവിൽ, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കുള്ള ഒരു ട്രാൻസിഷനിലാണ് ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു റെഡ് ലൈൻ അവിടെ ആ ഒരു പോർഷനിൽ മാത്രമായിട്ട് വരച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം Q3യുടെ കേസ്. അപ്പം ഇനീഷ്യലി നമ്മുടെ Q3യും Q2ഉം Q1ഉം Q0യും 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്ലോക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ Q3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പം Q3 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇരിക്കുകയായിരുന്നു. ഫസ്റ്റ് ക്ലോക്ക് അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറി. ആ ഒരു ക്ലോക്കിൽ മൊത്തം Q3യുടെ വാല്യൂ 1 ആണ്. ദെൻ ഒരു ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത്രേ കാണത്തുള്ളേ. ഇതാണ് ഒരു ക്ലോക്ക്. ഓക്കെ, ദെൻ നമ്മൾ അടുത്തൊരു ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോഴും Q3യുടെ വാല്യൂ 1 ആണ്. സോ നെക്സ്റ്റ് ക്ലോക്കിനും Q3 എന്ന് പറയുന്നത് 1 ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ദെൻ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ Q3യുടെ വാല്യൂ 0 ആണ്. അപ്പൊ Q3യുടെ വാല്യൂ എന്ന് പറയുന്നത് അടുത്ത ക്ലോക്കിന് 0 ആയിട്ട് മാറി. ദെൻ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ Q3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ Q3 1 ആയിട്ട് മാറി. ഇങ്ങനെയാണ് Q3 വരുന്നത്. അടുത്ത ഇനി Q2 നോക്കാം. Q2 എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ക്ലോക്ക് ഇൻപുട്ടിന് Q2ന്റെ വാല്യൂ ഇനിഷ്യലി Q2 0 ആയിരുന്നു. ആദ്യത്തെ ക്ലോക്കിനും Q2 0 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിഷ്യലി അത് 0 ആയിരുന്നു, അത് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ദെൻ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ Q2ന്റെ വാല്യൂ 1 ആയിട്ട് മാറും. അപ്പൊ അടുത്ത ക്ലോക്കിന് Q2 1 ആയിട്ട് മാറി. ദെൻ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ടിന് വീണ്ടും Q2 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ Q2 1 തന്നെ. ദെൻ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ടിന് Q2 0 ആയിട്ട് മാറുകയാണ്. അപ്പൊ Q2ന്റെ വാല്യൂ 0 ആയിട്ട് മാറും. ഇത് വെച്ചിട്ട് നമുക്ക് ഇതേ രീതിക്ക് Q1ഉം അതേപോലെ തന്നെ Q0യും വരയ്ക്കാൻ പറ്റും. ഈ ഒരു രീതിയിലായിരിക്കും സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ടൈമിംഗ് ഡയഗ്രാം വരുന്നത്. ഇത്രയേ ഉള്ളൂ സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പൊ സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ഒരു N-1 ക്ലോക്കും കൂടി ആവശ്യമാണ് ഡേറ്റയെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ആയ സീരിയൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്, ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് സീരിയൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്, ഷിഫ്റ്റ് രജിസ്റ്ററിനെ പറ്റിയാണ്.